ഇപ്പം നിങ്ങളിങ്ങനെ പറയുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാൻ തയ്യാറാവുന്ന ഒരു എന്താ പറയുക, ഒരു മുസ്ലിമായിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളുടെ സർക്കിളിലുള്ള മറ്റു മുസ്ലിങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ഞാനിപ്പോ ഈ ടോക്ക് ഇപ്പം ഞാനിപ്പം എനിക്ക് പണ്ട് ഇങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞ, അല്ലെങ്കിൽ എന്താ പറയുന്ന, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കിത് പറയാൻ പറ്റുന്നുണ്ടല്ലോ. വീട്ടിലാണെങ്കിലും തെറ്റാണ്. അല്ല, ഇപ്പൊ ഈ പറയുന്ന രീതിയിലൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചിട്ടല്ലെങ്കിലും തെറ്റിനെ തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ച് എല്ലാവരുടെയും പറയുന്നതിൽ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. മൊത്തത്തില് എല്ലാവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും മാറുന്നുണ്ട്. നമ്മളുടെയൊക്കെ ഈ പണിയെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങള് ചെയ്യുന്ന ഈ സൊസൈറ്റീനെ ക്രിറ്റിസിസം എടുക്കാൻ വേണ്ടിട്ട് റെഡിയാക്കുക, അതിനെ ഒരു പാകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതല്ലേ ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്യുന്നത്. പണ്ടായിരുന്നെങ്കിൽ, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് സിറ്റുവേഷൻ ഓർമ്മ വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സൗദിയിലുള്ള സമയത്ത് അവിടെ ഒരു ഡാനിഷ് കാർട്ടൂണിസ്റ്റ് മുഹമ്മദ് നബിയുടെ ഒരു കാർട്ടൂൺ വരച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മേ ബി ഇൻ ഏർലി 2005 ആ ഒരു സമയത്ത് എന്തോ ആണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അവിടെ ഒരു ഫേമസ് കമ്പനി ഉണ്ടായിരുന്നു, ഇവിടുത്തെ മിൽമ പോലെയുള്ള ഡയറി പ്രൊഡക്ട്സിന്റെ സൗദിയിലെ നാഷണൽ കമ്പനി. അവരുടെ പാർട്ട്ണർ ആയിരുന്നു ഈ ഒരു ഡാനിഷ് ഫേം ആയിരുന്നു അവരുടെ പാർട്ട്ണർ. സോ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, അടുത്ത ദിവസം തൊട്ടിട്ട് സൗദി അറേബ്യയുമായിട്ടുള്ള ടൈസ് കട്ട് ചെയ്തു. അതായത് ഡയറി പ്രൊഡക്ട്സ് ഇല്ല അതിന്റെ അവിടെ.